നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. യുദ്ധവിമാന പൈലറ്റ്മാരെ പരിശീലിപ്പിക്കുന്നതിനായി ഏകദേശം 150 അഡ്വാൻസ്ഡ് ട്രെയിനർ ജെറ്റുകൾ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ വ്യോമസേന. ഇതാകട്ടെ രണ്ട് തദ്ദേശീയ വിമാനങ്ങൾ തമ്മിലുള്ള നിർണായക മത്സരത്തിനാണ് വഴിവെക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പരിശീലനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്യുന്ന HLFT-42 ആണോ അതോ LCA തേജസിൻ്റെ 2 സീറ്റുകളുള്ള ട്രെയിനർ പതിപ്പാണോ വ്യോമസേന തിരഞ്ഞെടുക്കുക എന്നതാണ് പ്രധാന ചോദ്യം. വരും കാലങ്ങളിൽ ഫൈറ്റർ പൈലറ്റ്മാരെ പരിശീലിപ്പിക്കുന്നതിനായി മാത്രം രൂപകൽപ്പന ചെയ്യുന്ന വിമാനമാണ് HLFT-42. ഇൻസ്ട്രക്ടർമാർക്കും പരിശീലകർക്കും മികച്ച കാഴ്ച ലഭ്യത, എളുപ്പമുള്ള നിയന്ത്രണങ്ങൾ, കുറഞ്ഞ പ്രവർത്തന ചെലവ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. നിലവിൽ നിർമ്മാണത്തിലുള്ള തേജസ് ഫൈറ്റർ ജെറ്റുകളുടെ ട്രെയിനർ പതിപ്പാണ് തേജസ് ട്രെയിനർ. ഒരേ തരത്തിലുള്ള സ്പെയർ പാർട്സുകൾ, അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ എന്നിവ പങ്കിടാമെന്നതും യുദ്ധസമയത്ത് നേരിട്ട് പോരാട്ടത്തിന് ഉപയോഗിക്കാമെന്നതും ഇതിൻ്റെ മേന്മയാണ്. എന്നാൽ തേജസ് ട്രെയിനറിന് മറ്റൊരു പ്രധാന നേട്ടം കൂടിയുണ്ട്. തേജസ് യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വലിയ തോതിൽ നിർമ്മിക്കുന്നതിനാൽ ട്രെയിനർ പതിപ്പിന് നിലവിലുള്ള വിമാനങ്ങളുമായി നിരവധി ഘടകങ്ങൾ പങ്കിടാൻ കഴിയും. ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കോക്പിറ്റ് ഘടകങ്ങൾ, അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ, സ്പെയർ പാർട്സ്, വിതരണ ശൃംഖല എന്നിവയിലെ പൊതുവായ ഘടകങ്ങൾ ചെലവ് കുറയ്ക്കാനും പരിപാലനം എളുപ്പമാക്കാനും സഹായിക്കും. വ്യോമസേന ഭാവിയിൽ 300-ലധികം തേജസ് വിമാനങ്ങൾ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നതിനാൽ തേജസ് ട്രെയിനർ തിരഞ്ഞെടുക്കുന്നത് വലിയ നേട്ടമാണ്. അടിസ്ഥാന പരിശീലനം പൂർത്തിയായ പൈലറ്റ്മാർക്ക് തേജസ് ട്രെയിനറിലേക്ക് മാറുകയും പിന്നീട് നേരിട്ട് യുദ്ധസജ്ജമായ തേജസ് വിമാനങ്ങളിലേക്ക് മാറുകയും ചെയ്യാവുന്ന ഏകീകൃത പരിശീലന സംവിധാനവും ഇതിലൂടെ സാധ്യമാകും. തേജസ് ട്രെയിനറിൻ്റെ മറ്റൊരു നേട്ടം യുദ്ധ സാഹചര്യത്തിലെ ഉപയോഗമാണ്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ പരിശീലനത്തിനൊപ്പം അടിയന്തര സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ദൗത്യങ്ങൾക്കും 2 സീറ്റുകളുള്ള പതിപ്പ് ഉപയോഗിക്കാനാകും. എന്നാൽ ഒരു ഫൈറ്റർ ജെറ്റിൽ 2ാമത്തെ സീറ്റ് കൂട്ടിച്ചേർത്താൽ മാത്രം അത് മികച്ച പരിശീലന വിമാനമാകില്ല. വിമാനത്തിൻ്റെ ഭാരം, സന്തുലനം, പറക്കൽ സ്വഭാവം എന്നിവയിൽ മാറ്റമുണ്ടാകുന്നതിനാൽ വലിയ തോതിലുള്ള പുനർരൂപകൽപ്പനയും ഫ്ലൈറ്റ് ടെസ്റ്റുകളും ഔദ്യോഗിക അംഗീകാരങ്ങളും ആവശ്യമായി വരും. ഇവിടെയാണ് HLFT-42ൻ്റെ പ്രത്യേകത. പരിശീലനം മാത്രം ലക്ഷ്യമിട്ട് തുടക്കം മുതൽ രൂപകൽപ്പന ചെയ്യുന്ന വിമാനമായതിനാൽ പരിശീലനം നടത്തുന്ന പൈലറ്റ്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിമാനത്തിൻ്റെ മുഴുവൻ രൂപകൽപ്പനയും ക്രമീകരിക്കാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിന് കഴിയും. ഭാവിയിലെ യുദ്ധരീതി ഈ ഒരു തീരുമാനത്തിലേറെ നിർണായകമാകും. പൈലറ്റ്മാരും സ്വയം നിയന്ത്രിത ഡ്രോണുകളും ലോയൽ വിങ്മാൻ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മാൻഡ് അൺമാൻഡ് ടീമിംഗ് അഥവാ MEMT യുദ്ധസങ്കല്പത്തിലേക്ക് ഇന്ത്യൻ വ്യോമസേന നീങ്ങുകയാണ്. തേജസ് ട്രെയിനറിൽ ആവശ്യമായ ഡേറ്റ നെറ്റ്വർക്കുകൾ, മിഷൻ സോഫ്റ്റ്വെയർ, ഓട്ടോമേഷൻ സംവിധാനങ്ങൾ, കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാൽ ഭാവിയിലെ ഇത്തരം യുദ്ധതന്ത്രങ്ങൾ പരിശീലിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കാനാകും. എന്നാൽ തേജസ് വിമാനമായതിനാൽ മാത്രം ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള ശേഷി ലഭിക്കില്ല. അതിനായി പ്രത്യേക ഡിജിറ്റൽ സംവിധാനങ്ങളും സോഫ്റ്റ്വെയർ കമാൻഡ് കൺട്രോൾ സംവിധാനവും വിമാനത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 150 വിമാനങ്ങളുടെ നിർമ്മാണം ഇന്ത്യൻ വ്യോമയാന വ്യവസായത്തിനും വലിയ അവസരമാണ്. തേജസ് ട്രെയിനർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിലവിലുള്ള HAL ഫാക്ടറികളും ഇന്ത്യൻ സ്വകാര്യ കമ്പനികളും വിതരണക്കാരും ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം വേഗത്തിലാക്കാനും ചെലവ് കുറയ്ക്കാനും കഴിയും. കൂടുതൽ വിമാന ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. അതേസമയം HLFT-42 തിരഞ്ഞെടുക്കുന്നത് പരിശീലനത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ഇന്ത്യൻ ജെറ്റ് പദ്ധതിക്കും തുടക്കമിടും. പരിശീലന വിമാനങ്ങളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും HALന് പുതിയ സാങ്കേതിക പരിചയവും ലഭിക്കും. അതിനാൽ അന്തിമ തീരുമാനം അത്ര എളുപ്പമാകില്ല. പരിശീലന മികവിനാണ് പ്രാധാന്യമെങ്കിൽ HLFT-2നായിരിക്കും മുൻതൂക്കം ലഭിക്കുക. എന്നാൽ ചെലവ് കുറയ്ക്കൽ, സ്പെയർ പാർട്സ്, എളുപ്പത്തിലുള്ള പരിപാലനം, തേജസ് വിമാന നിരയുമായിട്ടുള്ള ഏകീകരണം, യുദ്ധസമയത്തെ അധിക ഉപയോഗ സാധ്യത എന്നിവയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ തേജസ് മികച്ചൊരു ഓപ്ഷനായി മാറും.